ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളെക്കുറിച്ചായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. 8 അവതാരങ്ങൾ നമ്മൾ ഇതിനോടകം പറഞ്ഞു. ഇനിയും സൂതൻ വീണ്ടും പറഞ്ഞു പോവുകയാണ്, തുടരുകയാണ്. ഇനി അടുത്തത് 14-ാമത്തെ ശ്ലോകത്തിൽ 9-ാമത്തെ അവതാരമാണ് പറയുന്നത്. 14-ാമത്തെ ശ്ലോകം: ഋഷിഭിര്യാജിതോ ഭേജേ നവമം പാർത്ഥിവം വപുഃ ദുഗ്ധേമാമൗഷധീർവിപ്രാസ്തേനായം സ ഉഷത്തമഃ. ഋഷിഭിര്യാജിതോ, ഋഷിഭിഃ യാജിതഃ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഋഷിഭിര്യാജിതോ. ഋഷിഭി എന്ന് പറഞ്ഞാൽ ഋഷികളാൽ, യാജിതഃ യാചിക്കപ്പെട്ടവനായിട്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട്, അപേക്ഷിക്കപ്പെട്ടവനായിട്ട്. ഭേജേ നവമം പാർത്ഥിവം വപുഃ. ഭേജേ എന്ന് പറഞ്ഞാൽ ഭജിച്ചു. ഋഷിമാരാൽ ആ ഒരു പ്രാർത്ഥന ഭഗവാന്റെ അടുത്ത്, അങ്ങനെ ഒരു അപേക്ഷ വന്നപ്പോൾ ഭഗവാൻ നവമം 9-ാമത്തേതായിട്ട് പാർത്ഥിവം വപുഃ. പാർത്ഥിവം എന്ന് പറഞ്ഞാൽ പൃഥുവെന്ന പേരോടുകൂടിയ വപു, അങ്ങനെ ഒരു ശരീരത്തെ അവിടുന്ന് സ്വീകരിച്ചുവല്ലോ. എന്നിട്ടോ ദുഗ്ധേമാം ഔഷധീർവിപ്രാസ്തേനായം. ഇവിടെ ദുഗ്ധ ഇമാം ഔഷധീ വിപ്രാഹ് തേന അയം, ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ദുഗ്ധ എന്ന് പറഞ്ഞാൽ കറക്കുക, നമ്മൾ പശുവിനെ കറക്കുന്നതിനെയാണ് ദോഹനം ചെയ്യുക, ഗോദോഹനം ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ ദുഗ്ധ എന്ന് പറഞ്ഞാൽ ദോഹനം ചെയ്തു, കറന്നു. ഇമാം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ, ഭൂമിദേവിയെ കറന്നു. ഔഷധീഹി, ഔഷധികളെ കറന്നു. അതായത് ഭൂമിദേവിയെ ഒരു പശുവായി നിർത്തിക്കൊണ്ട് അതിൽ നിന്നും സമൂഹത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാത്തിനെയും കറന്നെടുത്തു. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട്, സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗവ്യാധികളെ എല്ലാം ഇല്ലാതെയാക്കുന്നതാണ് ഔഷധി എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ അരുതായ്മകളെയും ഇല്ലാതെയാക്കുന്ന, ആരോഗ്യവും സംസ്കാരവും വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഔഷധികളെ കറന്നു. വിപ്രാഹ, അല്ലയോ വിപ്രന്മാരെ, ഈ ഭൂമിയെ ഈ പൃഥു എന്ത് ചെയ്തു? പൃഥുവായി അവതരിച്ചു ഭഗവാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഭൂമിയിൽ നിന്നും നല്ലൊരു നാളേക്ക് വേണ്ടിയതായിട്ടുള്ള, സജ്ജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയതായിട്ടുള്ള എല്ലാ ഔഷധികളെയും, അതായത് സംസ്കാരത്തിന് ഉതകുന്നതായിട്ടുള്ള എല്ലാത്തിനെയും, എല്ലാം ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടെടുക്കുകയേ വേണ്ടൂ. ഓരോ തലമുറയുടെയും വളർച്ചയ്ക്ക്, ഓരോ കാലഘട്ടത്തിലും ലോകത്തിൻ്റെ നന്മയുടെ വളർച്ചയ്ക്കായിക്കൊണ്ട് വേണ്ടുന്നതെല്ലാം ഭൂമിയിൽ തന്നെയുണ്ട്. അത് ഭൂമിയിൽ നിന്നും കണ്ടെടുത്ത് വേണ്ട വിധത്തിൽ അതിനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ്. നമ്മൾ മരുന്ന് അല്ലെങ്കിൽ ഔഷധം വീട്ടിലുള്ളത് കൊണ്ട് നമ്മുടെ രോഗം മാറില്ല. എന്താ വേണ്ടേ? നമ്മൾ അത് വേണ്ട വിധത്തിൽ അത് സേവിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ രോഗം മാറുകയുള്ളൂ. ഇതുപോലെ നമ്മുടെ ഒക്കെ പ്രധാനമായിട്ടുള്ള, ഏറ്റവും പ്രധാനമായി ലോകത്തെ ബാധിച്ചിരിക്കുന്ന രോഗം എന്ന് പറയുന്നത് കാമക്രോധ മത മാത്സര്യാദികളായിട്ടുള്ള ഷഡ്വൈരികളാണ്. അവയെയാണ് ഇല്ലാതെയാക്കേണ്ടത്. അവയെ ഇല്ലാതെയാക്കാൻ ഏറ്റവും നല്ല ഔഷധിയാണ് ഇതുപോലെയുള്ള സദ്ഗ്രന്ഥങ്ങൾ, സദ്വിചാരങ്ങൾ, സദ്ഗുരുക്കന്മാർ. അവയെയൊക്കെ തേടി അവയെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന വിധത്തിലാക്കി എടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, നമ്മൾ അവയെ ഉപയോഗിക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും എന്ന് പറയുകയാണ്. ഇവിടെ പൃഥു എന്ന അവതാരത്തിൽ
ഭഗവാൻ ഈ ഭൂമിയെ കറന്ന് ഇവിടെ നിന്നും ഔഷധികളെയൊക്കെ വേണ്ടുവോളം എടുത്തു. തേന അയം എന്നാണ് പറഞ്ഞത്. തേന അതുകൊണ്ട്, അയം എന്ന് പറഞ്ഞാൽ ഈ സ ഉഷത്തമഹ, സഹ എന്ന് പറഞ്ഞാൽ അവൻ, അതായത് ആ പൃഥു എന്ന അവതാരം ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഉഷത്തമഹ ഏറ്റവും കമനീയനാകുന്നു. അപ്പോൾ ജനക്ഷേമത്തിന് ആവശ്യമായിട്ടുള്ളതൊക്കെയും അങ്ങനെയുള്ള സകല വസ്തുക്കളെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ കറന്നെടുത്തു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നവയാണ്. അവയെ കണ്ടെടുത്ത് സജ്ജനങ്ങൾക്കായിക്കൊണ്ട് നൽകി. അതുകൊണ്ട് തന്നെ ആ അവതാരം ഏറ്റവും മനോഹരമായിട്ടുള്ളതുമാകുന്നു പൃഥുവെന്ന അവതാരം. എന്തേ? ജനക്ഷേമത്തിനായിക്കൊണ്ട്, ലോകക്ഷേമത്തിനായിക്കൊണ്ട് പുതിയതായി ഒന്ന് സൃഷ്ടിക്കുകയല്ല, അവിടെ എല്ലാം ഇവിടെയുണ്ട് എന്ന് കാണിച്ചു തന്നുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ അതിന് വേണ്ടുന്നതൊക്കെ എടുത്ത് നാളത്തെ നല്ലൊരു ലോകത്തിനായി സമർപ്പിച്ചുകൊണ്ട് നമുക്കൊക്കെ കാണിച്ചു തരികയായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ പ്രതിവിധിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ അതിന് ഭഗവാനെ അവിടുന്ന് കണ്ണു തുറക്കുന്നില്ലല്ലോ. ഭഗവാൻ എല്ലാം നമ്മുടെ മുൻപിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. കണ്ണ് തുറക്കാതെ ഇരിക്കുന്നത് നമ്മളൊക്കെയാണ്. കണ്ണടച്ചു പിടിച്ച് ഇരുട്ടാക്കിയിട്ട് ഇരുട്ടാണ് എന്ന് പറയും പോലെയാണ് നമ്മളൊക്കെ. ഈ ഭൂമിയിൽ തന്നെ ഈ സദ്വിചാരങ്ങളിലൊക്കെയും ഈ സദ്ഗ്രന്ഥങ്ങളിലൊക്കെയും എല്ലാത്തിനുമുള്ള പ്രതിവിധി ഭൂമിയിലുണ്ട്. അതായത് നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ചിന്താഗതികളുമാണ് എല്ലാ രോഗങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ കാരണമായി തീരുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ മാത്രമല്ല, നമ്മളിലൂടെ ഒരു വ്യക്തി ചിലപ്പോൾ മോശമായാൽ, പ്രത്യേകിച്ചും അത് ഭരണതലത്തിൽ സ്ഥിരാകേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്തകളാണ് അധപ്പതിക്കുന്നതെങ്കിൽ അത് ലോകത്തിന് തന്നെ വിനാശമായി തീരും. അപ്പോൾ ഇവിടെ ആ വ്യക്തിയെയും നന്നാക്കുന്നതിന് വേണ്ടുന്നതെല്ലാം ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ഇതിൽ നിന്നും ആ സത്തിനെ സ്വാംശീകരിച്ച് സ്വയം ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഋഷിഭിര്യാചിതോ ഭേജേ നവമം പാർത്ഥിവം വപുഃ ദുഗ്ധേ മാമൗഷധീർവിപ്രാസ്തേനായം സ ഉഷത്തമഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഋഷിഭിഹി യാചിതഃ ആണ് പദം പിരിക്കേണ്ട. രിയാ എന്നുള്ള അക്ഷരം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മതിയാവും. അടുത്തത് വപു ഉഷത്തമ, രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത പാദത്തിൽ, രണ്ടാമത്തെ പാദത്തിൽ ദുഗ്ധേമാം ഔഷധീർവിപ്രാസ്തേനായം. അത് കുറച്ച് വലിയൊരു പദമാണെങ്കിലും എളുപ്പമുള്ള വാക്കുകളാണ് അതിൽ. ദുഗ്ധ, ഇമാം, ഔഷധീർ. അപ്പോൾ ദുഗ്ധേമാം ഔഷധീർ, അവിടെ ഔഷധീർ എന്നുള്ളതൊക്കെ മായയുടെ അത് ആ ഔ എന്നുള്ള അതൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ അവിടെ വിപ്രാസ്തേനായം, അവിടെ വാ കൂട്ടക്ഷരമാണ്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി അടുത്തത് 15ാമത്തെ ശ്ലോകമാണ്. ഇപ്പോൾ നമ്മളപ്പോൾ 9 അവതാരങ്ങൾ ഭഗവാന്റെ കണ്ടു കഴിഞ്ഞു. 15ാമത്തെ ശ്ലോകം: രൂപം സജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദധി സംപ്ലവേ നാവ്യാരോപ്യ മഹീമയ്യാമപാദ്വൈവസ്വതം മനും. രൂപം സ ജഗൃഹേ മാത്സ്യം. ഇനിയുമാണ് ഭഗവാന്റെ മത്സ്യാവതാരത്തെക്കുറിച്ച് പറയുന്നത്. നമ്മളൊക്കെ ഭഗവാന്റെ ദശാവതാരങ്ങൾ പറയുമ്പോൾ ആദ്യം വരുന്നത് തന്നെ മത്സ്യമാണ്. പിന്നെ കൂർമ്മം, വരാഹം, നരസിംഹം അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. എന്നാൽ ഭഗവാന്റെ അവതാരങ്ങൾ ഇവിടെ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 10ാമതായിട്ടാണ് ഭഗവാൻ മത്സ്യരൂപത്തെ കൈക്കൊണ്ടത്. അതിനു മുൻപ് 9 രൂപങ്ങളിൽ ഭഗവാൻ അവതാരം കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ പറയാം രൂപം സ ജഗൃഹേ. സഹ എന്ന് പറഞ്ഞാൽ ആ ഭഗവാന് രൂപം ജഗൃഹേ,
ജഗൃഹേ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. രൂപം രൂപത്തെ. എന്ത് രൂപത്തെ? മാത്സ്യം. ആ മത്സ്യരൂപത്തെ ഭഗവാൻ സ്വീകരിച്ചു. ചാക്ഷുഷോദധി സംപ്ലവേ. ചാക്ഷുഷം എന്ന് പറയുന്ന മന്വന്തരത്തിൽ ഉദധി എന്ന് പറഞ്ഞാൽ സമുദ്രം. ആ ഒരു ഉദധി സംപ്ലവേ, ആ സമയത്തുണ്ടായ ഒരു പ്രളയത്തിൽ, അതായത് ചാക്ഷുഷ മന്വന്തരത്തിൽ ആ ഒരു പ്രളയ സമയത്ത് ഭഗവാൻ മത്സ്യരൂപത്തെ കൈക്കൊണ്ടു. നാവ്യാരോപ്യ മഹീമയ്യാമപാദ്വൈവസ്വതം മനും. നാവ്യാരോപ്യ, നാവി ആരോപ്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നാവ്യാരോപ്യ. നാവി എന്ന് പറഞ്ഞാൽ തോണിയിൽ, ആരോപ്യ കയറ്റിയിട്ട്, മഹീമയ്യാമപാദ്വൈവസ്വതം മനും. മഹീമയ്യാം അപാത വൈവസ്വതം, ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെയുള്ളത്. മഹീമയ്യാം എന്ന് പറഞ്ഞാൽ, മഹി എന്നാൽ ഭൂമി, മഹീമയ്യാം ആ ഭൂമിയുടെ ഒരു വികാരമായിട്ട് ഭവിച്ചിട്ട് ആ തോണിയിൽ എന്താ അപാത എന്ന് പറഞ്ഞാൽ പാലിച്ചു. വൈവസ്വതം മനും, വൈവസ്വത മനുവിനെ പാലിച്ചു. അതായത് ഈ ചാക്ഷുഷം എന്ന് പേരായിട്ടുള്ള മന്വന്തരത്തിൻ്റെ അവസാനത്തിൽ സമുദ്രങ്ങളെല്ലാം ഒന്നായി ചേർന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെ വലിയൊരു പ്രളയമുണ്ടായി. ആ സമയത്ത് ഭഗവാൻ മത്സ്യാവതാരത്തെ കൈക്കൊണ്ടു. സാധാരണ രീതിയിൽ ഒരു മന്വന്തരത്തിൻ്റെ അവസാനത്തിൽ ഈ പ്രളയമൊന്നും അത്ര സ്വാഭാവികമല്ല. ഓരോ മന്വന്തരത്തിൻ്റെ അവസാനം പ്രളയമൊന്നും സ്വാഭാവികമല്ല. പക്ഷേ ഒരു സത്യവ്രതൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഒരു ആഗ്രഹം, ഒരു പ്രളയം കാണണമെന്ന ആഗ്രഹം വന്നപ്പോൾ ഭഗവാൻ പ്രളയരൂപേണ ആ രാജാവിനെ ഒന്ന് മോഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ ചാക്ഷുഷ മന്വന്തരത്തിൽ പ്രളയമുണ്ടായത്. ആ പ്രളയം ഉണ്ടായപ്പോൾ ഭൂമിയെ ഭഗവാൻ തോണിയാക്കി മാറ്റി. എന്നിട്ട് ആ രാജാവിനെ, സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവിനെ ആ തോണിയിൽ കയറ്റി രക്ഷിച്ചു എന്നൊക്കെയാണ് കഥകൾ. അപ്പോൾ ആ സത്യവ്രതൻ എന്ന രാജാവിനെ നോക്കൂ, തൻ്റെ വലിയൊരു ഭക്തനായിട്ടുള്ള സത്യവ്രതൻ എന്ന രാജാവിൻ്റെ അപേക്ഷ പ്രകാരം അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തെ നിവർത്തിച്ചു കൊടുക്കുന്നതിനായിട്ട് പ്രളയമുണ്ടാക്കുന്നു ഭഗവാൻ, പ്രളയമുണ്ടാക്കി മോഹിപ്പിക്കുന്നു. എന്നാലോ ഭക്തന് ഒരു അപകടവും സംഭവിക്കാതെ ഇരിക്കത്തക്ക വിധത്തിൽ ഭൂമിദേവിയെ തന്നെ ഒരു തോണിയാക്കിക്കൊണ്ടുവന്ന് ആ സത്യവ്രത മഹാരാജാവിനെ രക്ഷിക്കുന്നു എന്ന് തന്നെയുമല്ല, തൻ്റെ ആ പ്രിയ ഭക്തനെ വൈവസ്വതമനുവായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതായത് ചാക്ഷുഷ മന്വന്തരമൊക്കെ കഴിഞ്ഞ് പിന്നെ വരുന്ന വൈവസ്വത മന്വന്തരത്തിലെ മനുവായിട്ട് ഭഗവാൻ ആ സത്യവ്രത മഹാരാജാവിനെ അവരോധിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ മന്വന്തരത്തിൽ മനുവിനെ പരിപാലിച്ചതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ വൈവസ്വത മനുവിനെ പരിപാലിച്ചു അല്ലെങ്കിൽ രക്ഷിച്ചു എന്ന് പറയുന്നത് ആ പ്രളയ സമയത്ത് സത്യവ്രത രാജാവിൻ്റെ ആഗ്രഹപ്രകാരം ആയിരുന്നെങ്കിൽ പോലും തൻ്റെ പ്രിയ ഭക്തനെ രക്ഷിച്ചു ഭഗവാൻ. ഭൂമിദേവിയെ തോണിയുടെ രൂപത്തിലാക്കിയിട്ട് ആ തോണിയിലാണ് ഈ സത്യവ്രത രാജാവിനെ രക്ഷിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. രൂപം സജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദധി സംപ്ലവേ നാവ്യാരോപ്യ മഹീമയ്യാമപാദ്വൈവസ്വതം മനും. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചാക്ഷുഷോദധി സംപ്ലവേ,
ചക്ഷുഷ ഉദധി സംപ്ലവയാണ്, പദം പിരിക്കണ്ട. ചാക്ഷുഷോദധി സംപ്ലവേ, തെറ്റുകൂടാതെ അത് വായിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ നാവ്യാരോപ്യ, നാവി ആരോപ്യ, പദം പിരിക്കണ്ട. നാവ്യാരോപ്യ, വ്യായുടെ ആകാരം നീട്ടിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത്, നമ്മൾ ചില ഗ്രന്ഥങ്ങളിൽ മഹീമയ്യാമപാത എന്ന് കൊടുത്തിട്ട് വൈവസ്വതം എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഗുരു പറയാറുണ്ട് അവിടെ കൂടുതൽ ശരിയായിട്ടുള്ളത് അത് കൂട്ടിച്ചേർത്ത് തന്നെ, അതായത് മഹീമയ്യാമപാദ്വൈവസ്വതം, ദ്വൈ എന്ന് വരണം. അപാത വൈവസ്വതം എന്നുള്ളത് മാറി ത വൈ എന്നുള്ളത് മാറിയിട്ട് ദ്വൈ എന്നാവുക. അപ്പോൾ അങ്ങനെ തന്നെ അത് വായിക്കാൻ ശ്രമിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതും കഴിയുന്നതും അങ്ങനെ തന്നെ ബുക്കിൽ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണോ മഹീമയ്യാമപാത് എന്നാണെങ്കിൽ പോലും അതൊന്ന് തിരുത്തി ദ്വൈ എന്നാക്കുന്നത് നന്നായിരിക്കും. എന്നിട്ടത് ചേർത്ത് വായിക്കുക. മഹീമയ്യാമപാദ്വൈവസ്വതമ്മനും എന്ന് വായിക്കാൻ ശ്രമിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 16ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.